എല്ലാവർക്കും എം ജെ ട്രാവൽ ബ്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ കത്രീന ചേച്ചിയാണ്. ഈ കത്രീന ചേച്ചിക്ക് വയസ്സ് 95 ആയിട്ടുള്ളൂ. തൃശ്ശൂർ പൂങ്കുന്നു ഹരിശ്രീ നഗറിലാണ് കത്രീന ചേച്ചി താമസിക്കുന്നത്. 25 വയസ്സിൻ്റെ ചെറുചെറുക്കോടെയാണ് ഇപ്പോഴും നമ്മുടെ കത്രീന ചേച്ചി കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ബസ് സ്റ്റാൻഡുകൾ, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ, പാലങ്ങൾ എന്നിവയിലെല്ലാം കത്രീന ചേച്ചിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഉത്തരം. എഴുതാനും കണക്ക് കൂട്ടാനും ഉള്ള ഓർമ്മശക്തിക്ക് ഇന്ന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ജോലി സ്ഥലത്ത് കോൺട്രാക്ടർ കൂലി അറിയാതെ കൂടുതൽ കൊടുത്ത സംഭവം ഇവിടെ പങ്കുവച്ചു. ഇന്നത്തെ സാറ് 10,000 തന്നെ, 5000 ചില്ലറ സാറ് 10,000 തന്നല്ലേ. അപ്പൊ ഞാനേ അയ്യോ 10,000 രൂപ എന്നുവെച്ചിട്ട് പിന്നെ സാറ് കാശ് തരാൻ നോക്കണ്. അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാണ് എന്ന്. എന്നിട്ട് അങ്ങോട്ട് ഞാൻ കൊടുത്തു. അയ്യോ എന്ന്. ഞാൻ 5000 രൂപ കിട്ടി. ഞാൻ വല്ല 3 സെന്റ് സ്ഥലം മേടിക്കുന്നു. ഇല്ല, മടക്കൂട്ടി സാറിന് ഇത് ഇവിടെ വെച്ചിട്ട് കണക്കൂട്ടി നോക്കുമ്പോ നെഞ്ചുരുന്നില്ലേ? ആ നെഞ്ചുരുക്കം ഇവിടെ കുഞ്ഞുമക്കളൊക്കെ പറ്റിയ. നന്നേ ചെറുപ്പത്തിൽ തന്നെ പണിക്കിറങ്ങി ഈ കാലം കൊണ്ട് മക്കളെയും കൊച്ചുമക്കളെയും നല്ലവണ്ണം വളർത്തി തന്നാൽ കഴിയും വിധം സഹായിച്ച് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയായി ഒരു 23 അംഗ സംഘം തന്നെ കത്രീന ചേച്ചിക്കൊപ്പമുണ്ട്. ഞാനൊക്കെ എൻ്റെ ഭർത്താവിനെയൊക്കെ പേടിച്ചും എൻ്റെ അമ്മാനത്തിനെയൊക്കെ പേടിച്ച് ജീവിച്ച ആളല്ല. ആ സ്ഥാനത്ത് നിന്നിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അതന്നെ ദവം കണ്ട അത് കണ്ട ആ സീരിയൽ വെച്ച് കാണുന്നവരുള്ളൂ. ഭർത്താവ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഇതായി എന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാരടിമയൊന്നല്ല. ഭർത്താക്കന്മാരല്ലേ. അത് 4 കണ്ണിൽ 2 കണ്ണാകുമ്പോഴാ ഭാര്യയ്ക്ക് ഭർത്താവില്ലാത്ത ദുഃഖറിയാം, അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യ ഇല്ലാത്ത ദുഃഖറിയാം. എത്ര മക്കളുണ്ടായാലും ഞാനാണ് അതിലെല്ലാവർക്കും പറയും. അതേമാതിരി എല്ലാ കുട്ടികളോടും ഞാൻ പറയും, എപ്പോൾ നിങ്ങൾ എവിടെ പുറത്ത് ഇറങ്ങി പോകുന്നതും പെറ്റമ്മേനെ ഒരു മുത്തം കൊടുത്തു പോകണം. എന്നാൽ എൻ്റെ മക്കൾ ചെയ്യും. അയ്യം വിജയനൊക്കെ കണ്ട നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളൊക്കെ വരുന്ന അവൾ തൊട്ട വീടായിരുന്നു ആ പണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ വിൽക്കൊക്കെ ചെയ്യും. തൊട്ടടുത്തല്ല. ഇപ്പോൾ എല്ലാ കല്യാണം വെച്ചൊക്കെ അയ്യം വിജയം പോളാഞ്ചേരി കലാപമണിയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഒരു കുട്ടിയുടെ കല്യാണത്തിന്. എന്നിട്ട് പോളാഞ്ചേരി അവൾക്ക് മുട്ടിട്ട് ഇങ്ങനത്തെ ഒരു അമ്മാനേനെ നിനക്ക് കിട്ടിയിലൂടെ സഞ്ചപ്പാന്ന് പറയും. ആ കലാപമണിനെ കാര്യം വെച്ച് പന്തുകളിയിൽ കട്ടിയൊരു കിസാൻ പടം അതിൽ. ഭർത്താവ് ബേബി 27 വർഷം മുമ്പ് മരണപ്പെട്ടു. അന്നുള്ള കണക്കുകൾ വളരെ കൃത്യമായി എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്നു ഈ 95-ാം വയസ്സിലും. ആയുസിന്റെ കണക്കുകൾ ഇതുപോലെ ഒരുപാട് കാലം കൂട്ടാൻ സാധിക്കട്ടെ എന്നും ആരോഗ്യത്തോടു കൂടി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.